ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ പറ്റുന്നൊരു പാത്രം എടുക്കുക. അതിൽ കുറച്ച് ബട്ടറാണ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് എടുക്കാം കേട്ടോ. ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നേന്ത്രപ്പഴം ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ പഴുത്ത നേന്ത്രപ്പഴമൊക്കെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ കുടിക്കൂട്ടോ. അപ്പോൾ അതിലേറെ നല്ലത് നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണയുടെ അളവും കുറക്കാൻ പറ്റുന്ന, കഴിക്കാൻ നല്ല ടേസ്റ്റും. ഇതുപോലെ ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. 2 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടോ കുറച്ചിട്ടൊക്കെ എടുക്കാം. ഇനി ഒരു 2 ഏലക്കയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 നേന്ത്രപ്പഴമാണ് മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു നേന്ത്രപ്പഴം നമ്മൾ ആ ഒരു കേക്ക് ടിന്നിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴം നമ്മൾ ഈ ഒരു ബാറ്ററിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർത്താൽ മതി ഉപ്പ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് മൈദയും കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മൾ നല്ല രീതിയിലൊന്നിത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈദ ചേർത്തിട്ട് ഇങ്ങനെ മിക്സിയുടെ ജാറിൽ അടിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങൾ മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ല രീതിയിൽ അടിച്ചതിന് ശേഷം ആ ഒരു ബാറ്റർ നമ്മൾ ആ ഒരു പഴത്തിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഓയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പഴമുള്ളത് കാരണം തന്നെ ഓയിലിൻ്റെ ആവശ്യമില്ല. നല്ലതായിട്ട് തന്നെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. ഇനി നമ്മളിത് നല്ല ചൂടായിട്ടുള്ളൊരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൽ ഇറക്കി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് സമയം കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. 25 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത് റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവനിൽ വേണമെങ്കിൽ ഓവനിൽ വെക്കുക. പാത്രത്തിൽ വെച്ച് തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിട്ടാണ്. അപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കുത്തി നോക്കുന്ന സമയത്ത് ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.